അസ്സലാമു അലൈക്കും. നോക്കൂ, ഗസയിലെ ജനതയെ എത്ര തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും അള്ളാഹുവിൻ്റെ സഹായം ആ ജനതയ്ക്ക് എപ്പോഴും ഉണ്ടാകും. കാരണം അത്രത്തോളം ഈമാനുള്ള, പടച്ചറബിനെ അത്രത്തോളം ഭയന്നുകൊണ്ട് പടച്ചറബിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനത ഈ ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ജനതയുടെ എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമൊക്കെ പടച്ചവന്റെ സഹായം എപ്പോഴും ഉണ്ടാകും. നമുക്കറിയാം, ഇസ്രായേൽ ഭരണകൂടം പതിറ്റാണ്ടുകളായി ആ ഗസയിലെ ജനതയെ വളരെയധികം വലിയ രീതിയിൽ ആക്രമിക്കുമ്പോഴും അവരുടെ മേൽ വലിയ രീതിയിലുള്ള പീഡനങ്ങളും മറ്റുമൊക്കെ അഴിച്ചുവിടുമ്പോഴും അള്ളാഹു ആ ജനതയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നമുക്ക് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഗസയിൽ നടന്ന മനോഹരമായ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഗസയിൽ അവിടെയുള്ള ജനതയെ കൊന്നൊടുക്കുക മാത്രമല്ല, അവിടെയുള്ള പിഞ്ചുകുട്ടികളും അവിടെയുള്ള ജനതയും മറ്റുമൊക്കെ ഒരു നേരത്തെ വെള്ളം പോലും കിട്ടാതെ, ഭക്ഷണം പോലും കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യം ആ ജനതയിലേക്ക് എന്തെങ്കിലുമൊക്കെ സഹായം എത്തിച്ചു കഴിഞ്ഞാൽ അതിനെ തടയിടുന്ന, അതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന പല പ്രവർത്തനങ്ങളാണ് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. പുറത്തുനിന്നും ഭക്ഷണം എത്തിക്കുന്നതിനെ തടയുക മാത്രമല്ല, ആ ഗസയിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഭക്ഷണമോ ഇനി അതുമല്ലെങ്കിൽ കുടിക്കാൻ ഏതെങ്കിലും ഒരു വെള്ളം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ അതിനെയും തടയിടുന്ന ഒരു പ്രവർത്തനമാണ് ഇസ്രായേൽ ഭരണകൂടം കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കുടിക്കാൻ ശുദ്ധമായ വെള്ളം പോലും ആ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. അതിനുള്ള എല്ലാ മാർഗങ്ങളും തടയിടുന്നു. ആ ഗസയിലെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടേണ്ട എല്ലാ പൈപ്പ് ലൈനുകളും മറ്റും പോലും ഇസ്രായേൽ ഭരണകൂടം ആക്രമിക്കുകയുണ്ടായി. നമുക്ക് അത്രത്തോളം ക്രൂരതയാണ് ആ ജനതയ്ക്ക് മേൽ ഇസ്രായേൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ശരി, പടച്ച റബ്ബ് ആ ജനതയെ കൈവിടുകയില്ല. നമുക്ക് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കാം. ഗസയിൽ നിന്നുള്ള മനോഹരമായ ഒരു കാഴ്ച, അള്ളാഹുവിന്റെ വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞു വെക്കാം. ഗസയിലെ ജനത വെള്ളം കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭൂമിക്കടി നിന്നും ഒരു ചാലിലൂടെ പുറത്തേക്ക് ഇങ്ങനെ ശുദ്ധമായ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ച. ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു. ഏതായാലും ആ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. سبحان الله، من منهل تطلع المية طلع من ضفة، من منهل بغسلوا منها منطقة الحي وبياخذوا منها وبيشربوا منها كمان. شايفين كيف؟ من منهل صرف صحي كمان طلع المية سبحان الله تطلع نظيفة، لأنه ما فيش، ما بتوضوا منها وبصلوا كمان وما فيش مية من مرة يعني في الشمال. الأمور كلها شايفين احنا مش واخدينها. കണ്ടില്ലേ ആ ഒരു കാഴ്ച? അതായത് വെള്ളം കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ ഭൂമിക്കടി നിന്നും ആ ഒരു ചാലിലൂടെ വെള്ളം, ഇങ്ങനെ ശുദ്ധമായ വെള്ളം അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആ വെള്ളം അവിടെയുള്ള കുട്ടികൾ ഇങ്ങനെ ബക്കറ്റിലൊക്കെ എടുത്തുകൊണ്ടുപോകുന്ന കാഴ്ചയാണ്. നോക്കിതാണ് ഞാൻ പറഞ്ഞത്, ആ ജനതയെ ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും, ഏതൊക്കെ വിധത്തിൽ അവർക്കുള്ള സഹായങ്ങൾ തടയിടാൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ സഹായം ആ ജനതയ്ക്ക് എപ്പോഴും ഉണ്ടാകും. ഇതോടൊപ്പം നിങ്ങൾക്ക് ഞാനൊരു മറ്റൊരു വീഡിയോ കൂടി കാണിക്കാം. ഒരു മണ്ണാണ്, ആ മണ്ണിനടിയിൽ നിന്നും വെള്ളം, ഇങ്ങനെ ശുദ്ധമായ വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളം ഇങ്ങനെ പുറത്തേക്കെടുക്കുന്ന ഒരു കാഴ്ച ഒരു സഹോദരൻ പകർത്തിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട്. ഇതും ഗസയിൽ സംഭവിച്ച ഒരു ദൃശ്യമാണ് എന്നുള്ള തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ആ മണ്ണിനടിയിൽ നിന്നും ഇങ്ങനെ ശുദ്ധമായ തെളിഞ്ഞ വെള്ളം വരിക എന്നുള്ളത് ഒരു അത്ഭുതമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ആ ഒരു വീഡിയോ കൂടി ഞാനൊന്ന് കാണിക്കാം. تعرف يا حبيبي إذا بعدت عن الشط 5 متر 6 متر 4 متر وبتحفر تطلع لك مي حلوة. تطلع يا سيدي، احفر احفر احفر، هاي بلشت تطلع المي. سبحان الله، يعني تصور البحر مالح بس تبعد عنه شوي وتصير تحفر بالتراب بتصير المي نقية وايش، مي حلوة. طلع سبحان الله. لسه هسه راح نشوف نقاوتها على اصولها، بس خليك معي وركز معي. ايوه ايوه، المي حلوة حلوة راح تطلع. جربها، اي واحد بنزل على البحر يجربها ويقول لي شو بصير معه. شايفين كيف صارت؟ سبحان الله، مية
بتاخذ العقل ومي حلوة مصفية. سلام. കണ്ടില്ലേ, ആ സഹോദരൻ ഇങ്ങനെ ആ മണ്ണിനടിയിൽ നിന്നും വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അതിനടിയിൽ നിന്നും ശുദ്ധമായ വെള്ളം, ഒരു കലങ്ങളില്ലാത്ത ശുദ്ധമായ വെള്ളം വരികയാണ്. നോക്കിതിനെ അത്ഭുതമെന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? ഈ ഒരു വീഡിയോയും ഗസയിൽ സംഭവിച്ചതാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോയുടെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതും ഒരു അത്ഭുതം തന്നെയാണ്. നോക്ക്, ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത്. ആ വീഡിയോയിൽ കൃത്യമായി ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഈ ഒരു വെടിനിർത്തലിലൂടെ ബെഞ്ചമിൻ നെതന്യാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു അതിൽ പറഞ്ഞത്. അതായത് ഒരു കൃത്യമായ ഒരു അജണ്ട. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആ ഒരു പൊളിറ്റിക്കൽ കരിയറിലുണ്ടായ ആ ബ്ലാക്ക് മാർക്കുകൾ അത് ഒഴിവാക്കി കിട്ടുക എന്നുള്ള കൃത്യമായ ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇത്തരമൊരു വെടിനിർത്തലും മറ്റുമൊക്കെ കൊണ്ടുവച്ചത് എന്നായിരുന്നു ഞാനതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. അത്തരത്തിൽ ആ ഒരു വെടിനിർത്തലിന് ശേഷം ഹമാസിന്റെ കൈവശമുള്ള ഇസ്രായേൽ ബന്ദികളെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിച്ചതിന് ശേഷം ഗസയെ മുഴുവനും, ഒരുപക്ഷെ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ മുഴുവനും തകർക്കാനുള്ള ഒരു പദ്ധതിയിലേക്ക്, അത്തരമൊരു കാര്യത്തിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു കടന്നുപോയേക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു വെച്ചു. അത് ഞാൻ പറഞ്ഞു വയ്ക്കാനുള്ള കാരണം, ഇസ്രായേൽ എന്ന് പറയുന്ന ഭരണകൂടത്തിന്റെ ആ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള 2 വെടിനിർത്തൽ കരാറിന് ശേഷവും ഇത്തരത്തിൽ ഇസ്രായേൽ ഗസയെ ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. നോക്ക്, ഞാൻ പറഞ്ഞു വച്ചില്ല. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ വാർത്താമാധ്യമങ്ങൾ ഒരു വാർത്ത പുറത്തുവിട്ടു. ബന്ദി കൈമാറ്റത്തിന് ശേഷം ഹമാസ് താവളം തകർക്കുക, സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. ഗസയിൽ ഹമാസ് ഉപയോഗിക്കുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ പൊളിക്കാൻ തയ്യാറെടുക്കാനായി സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞതായി അനഡോലു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോക്ക്, ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിന്റെ പുറത്താണല്ലോ ഇക്കഴിഞ്ഞ കുറെ കാലങ്ങളായി ഗസയിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇത്തരത്തിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ഹമാസിന്റെ കുറച്ച് നേതാക്കളെ കൊലപ്പെടുത്താൻ സാധിച്ചുവെന്നല്ലാതെ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല. അവരുടെ ടണലുകളിൽ ഇസ്രായേൽ ബന്ദികൾ ഉള്ളതുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്താനും സാധിക്കില്ല. പക്ഷേ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു വീണതോ നിരപരാധികളായ, നിരായുധരായ, ഒന്നുമറിയാത്ത പാവപ്പെട്ട പിഞ്ചോമന മക്കളും നിരപരാധികളായ സ്ത്രീകളും മനുഷ്യരുമൊക്കെയാണ്. നോക്ക്, അവരെന്തു തെറ്റാണ് ചെയ്തത്? ആ പിഞ്ചോമന മക്കൾ എന്തു തെറ്റ് ചെയ്തു? ഒരു മുസ്ലിമായി ജനിച്ചതിന്റെ പേരിലാണോ? ഫലസ്തീനിൽ ജനിച്ചതിന്റെ പേരിലാണോ? ഗസയിൽ ജനിച്ചതിന്റെ പേരിലാണോ ഇത്തരത്തിൽ ഈ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ആക്രമണത്തിന് അവർ ഇരയാകേണ്ടി വരുന്നത്? നോക്കത് ഗസയിൽ മാത്രമല്ല സംഭവിക്കുന്നത്. ലോകത്താകമാനമുള്ള മുസ്ലിം സഹോദരങ്ങൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്കും പീഡനങ്ങൾക്കും ഇസ്ലാമിക വിരുദ്ധരിൽ നിന്നും ഇരയാകേണ്ടി വരുന്നുണ്ട്. നോക്കൂ, കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ വളരെയധികം സങ്കടകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നത്. ഒരു പള്ളിയിലെ ഇമാം, ആ പള്ളിയിലെ ഇമാമിന്റെ ഭാര്യയും 2 പെൺമക്കളെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. അത് 2 പെൺമക്കളാണ്. ആ പെൺമക്കളുടെ പ്രായമോ, ഒരു കുട്ടിക്ക് 5 വയസ്സും പിന്നൊരു കുട്ടിക്ക് 2 വയസ്സും, അത്തരത്തിൽ ചെറുപ്രായമുള്ള പെൺകുട്ടികളെയും ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളെയുമാണ് കൊലപ്പെടുത്തിയത്. നോക്കിത്തരത്തിൽ ഒരു മുസ്ലിമായി ജനിച്ചതിന്റെ പേരിൽ നിരപരാധികളായ പിഞ്ചു കുട്ടികളെയാണ് കൊലപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.